ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. നമ്മുടെ ഗംഗ വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗംഗ ചെല്ലുന്ന കാണുന്ന ആ ചെറുപ്പക്കാരിൽ ഒരാൾ പമ്മി ഗംഗയുടെ പിന്നാലെ അടുക്കളയിലേക്ക് വരിക. അപ്പോൾ വെള്ളമെടുത്ത് തിരിയുന്ന ഗംഗ അയാളെ കണ്ട് ഞെട്ടി നിൽക്കുക. എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ഗംഗ ചോദിക്കുക. അത് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. റൂമിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തീർന്നു. വെള്ളമെടുക്കാനായിട്ട് വന്നതാ. എങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. വെറുതെ എന്തിനാ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് കരുതി എന്ന് അയാൾ പറയൂട്ടോ. എങ്കിൽ സാറ് പൊയ്ക്കോളൂ, ഞാൻ വെള്ളം കൊണ്ടുവന്ന് റൂമിൽ തരാം എന്ന് ഗംഗ പറയേ. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുക. ഇതേ സമയം വെള്ളമെടുക്കാൻ പോയ ഗംഗയെ കാണാത്തത് കൊണ്ട് തന്നെ ബെഡിൽ എഴുന്നേറ്റിരിക്കുകയാണ് നമ്മുടെ ശാരദയും. അപ്പം പതിയെ കാവേരി കണ്ണു തുറക്കും. എൻ്റെ പൊന്നമ്മേ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നേ, ഒന്ന് ഉറങ്ങട്ടെ മനുഷ്യൻ എന്ന് പറയാണ്. ഇതേ കൊച്ചെ, അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. ഗംഗ അടുക്കളയിലേക്ക് പോയിരിക്കുക വെള്ളം എടുക്കാൻ. അവൾ വരട്ടെ, എന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാം എന്ന് പറയാം. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ദേ ആ ചെറുക്കന്മാർ ഇവിടുന്ന് പോകുന്നത് വരെ എൻ്റെ നെഞ്ച് തീയ എന്ന് പറയാം. അമ്മേ, ലോകത്ത് ആദ്യമായിട്ട് ഹോം സ്റ്റേയും റിസോർട്ടൊന്നും നടത്തുന്ന ആൾക്കാരല്ല നമ്മൾ. ഹോം സ്റ്റേ ഈ നാട്ടിൽ തന്നെ എത്ര പേർക്കുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ മിനിമം ഒരു പെൺകുട്ടിയെങ്കിലും കാണുകയും ചെയ്യും. എന്നിട്ടും എന്തെങ്കിലും ആപത്ത് അവർക്ക് സംഭവിച്ചോ? ദേ ഈ വന്നിവിടെ താമസിക്കുന്ന ചെറുക്കന്മാർ നാളെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അമ്മ സമാധാനത്തോടെ ഒന്ന് ഇരിക്കമ്മേ എന്ന് പറയാം. ദേ പെണ്ണെ, എനിക്ക് നെഞ്ച് തീയ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഗംഗ ഇങ്ങോട്ട് വരട്ടെ കൊച്ചേ എന്ന് ശാരദ അപ്പോൾ പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗംഗയാണെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് അവരുടെ റൂമിലേക്ക് ചെല്ലാം. അപ്പോൾ റൂമിൻ്റെ വാതിലൊക്കെ തുറന്നു കിടക്കുന്ന ഗംഗ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണില്ല കേട്ടോ. ഒരാൾ മാത്രം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുന്ന ഗംഗയുടെ അവർ പിന്നിൽ നിന്ന് കടന്ന് ആക്രമിക്കുകയാണ്. എന്നിട്ട് ബോധം കെടുത്താനുള്ള എന്തോ മരുന്ന്, ക്ലോറോഫോമോ മറ്റോ ആണ് കേട്ടോ. അത് വെച്ച് മൂക്കി മടപ്പിച്ച് ഗംഗ കിടത്തുക. പെട്ടെന്ന് ഗംഗയുടെ ബോധം മുഴുവനും പോയി തറയിലേക്ക് വീണു പോവുകയാണ് ഗംഗ. എന്ന് ഉറക്കം നടിച്ച് കിടന്നവനും എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് അവരുടെ നേതാവെന്ന് തോന്നിപ്പിക്കുന്നവനോട് പറയും, നമ്മൾ പ്ലാൻ ചെയ്തപടി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇതിൽ ഒരു കിളിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എത്രയും വേഗം ഇവളുമായിട്ട് ഇവിടുന്ന് കടക്കണം. പതിയെ ഓരോരുത്തരായിട്ട് നമുക്ക് അനുഭവിക്കണം എന്ന് പറയാം. ഇപ്പം കൈ കിട്ടിയ ഈ നിധി അങ്ങനെ കളഞ്ഞു കുളിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. ആ തള്ളയും ബാക്കി മക്കളും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇവളുമായിട്ട് നമുക്ക് ഇവിടുന്ന് കടന്നു കളയാം എന്ന് നേതാവായിട്ടുള്ളവൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരും എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റാം എന്ന് പറയണേ. ഇതേ സമയം കുറേ സമയമായിട്ട് ഗംഗയെ കാണാത്തത് കൊണ്ട് തന്നെ ശാരദ അടുക്കളയിലേക്ക് ഗംഗയെ തെരഞ്ഞു പോവാണ്. അപ്പോൾ അടുക്കള ചെന്ന് നോക്കുമ്പം അവിടെ ഗംഗയൊന്നും കാണുന്നില്ല. ഈ കൊച്ചു രാത്രി എവിടെ പോയി? ഇനി പുറത്തെങ്ങാനും പോയി നിൽക്കുന്നുണ്ടോ? ഈ പാതിരാത്രി തനിച്ച് പോയി നിൽക്കാൻ അവൾക്ക് പേടിയില്ലേ എന്നൊക്കെ ശാരദ സ്വയം സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ എല്ലാം നോക്കുക. പെട്ടെന്ന് ആ പയ്യന്മാരുടെ റൂമിലൊന്ന് പോയി നോക്കാൻ ശാരദ തീരുമാനിക്കുക. അപ്പം അവരെ ഒന്നും അവിടെ കാണുന്നുമില്ല. അതുമാത്രമല്ല പിടിവലി നടന്ന പോലെയൊക്കെ തോന്നുക. പെട്ടെന്ന് ഓടിപ്പോയി ശാരദ കാവേരിയും യമുനയും എഴുന്നേൽപ്പിക്കുക. എഴുന്നേക്ക് പെണ്ണുങ്ങളെ, എടി നിങ്ങൾ എഴുന്നേക്ക്, ദേ ഗംഗയെ കാണുന്നില്ല. ഇവിടെ കൊണ്ട് താമസിപ്പിച്ചില്ല ചെറുക്കന്മാരില്ലേ, അവരെയും കാണുന്നില്ല, എഴുന്നേക്ക് എന്ന് പറയാം. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അവരവിടെ എവിടെയെങ്കിലും കാണും. ഗംഗേച്ചി ഇനിയിപ്പോൾ അച്ഛമ്മയുടെ റൂമിൽ വല്ലതും പോയതാകും എന്ന് പറഞ്ഞ് കാവേരി യമുനയും കൂടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പം അച്ഛമ്മയുടെ റൂമിലൊന്നും ഇല്ല. പെട്ടെന്ന് കാവേരി ഓടിപ്പോയി അവർ കിടന്ന റൂമിൽ പോയി നോക്കുമ്പം അവിടെ ഒരു പിടിവലി നടന്ന ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. കസേരയൊക്കെ മറിഞ്ഞു കിടക്കുന്നു. അപ്പം തന്നെ കാവേരിക്ക് സംശയം തോന്നുവാണ്. യമുനെ, നീ വന്നേ എന്ന് പറയാം. ചേച്ചി, അത് അവരുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് അല്ലേ എന്ന് യമുന അപ്പോൾ പെട്ടെന്ന് ചോദിക്കാം. അതെ, നമുക്ക് അവരുടെ പിന്നാലെ പോകണം. മിക്കവാറും നമ്മുടെ ഗംഗേച്ചിയും കടത്തിക്കൊണ്ടായിരിക്കും അവർ പോകുന്നത്. അവരെ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മുടെ ഗംഗേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ കേട്ടോ. അപ്പം ഈ ബഹളങ്ങൾക്കിടയിൽ രാധമ്മ എഴുന്നേറ്റ് വരിക. എന്താ ശാരദ, എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ലമ്മേ, ഗംഗയെ കാണാനില്ല. ദേ ഇവിടെ വന്ന് താമസിച്ച ചെറുക്കന്മാരില്ലേ, അവരെയും കാണാനില്ല എന്ന് പറയാം. എൻ്റെ ഈശ്വര, ഞാനിത് എന്താ കേൾക്കുന്നേ? അവർ നമ്മുടെ ഗംഗയെ പിടിച്ചോണ്ട് പോയോ? എൻ്റെ കുട്ടിക്കൊന്നും വരരുതേ എന്നും പറഞ്ഞ് രാധമ്മ നെഞ്ചി കൈവച്ചിരിക്കുകയാണ് കേട്ടോ. ഈശ്വര, എന്തൊക്കെയാ ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് ശാരദ നിസ്സഹായമായിട്ട് നിൽക്കാം. ഇതേ സമയം നമ്മുടെ യമുന വണ്ടി എടുക്കുകയാണ്. കാവേരിയും പിന്നി കയറുക. എന്നിട്ട് അവരുടെ കാറിന് പിന്നാലെ പോവാണ് കേട്ടോ. അപ്പം ചേച്ചി, നമ്മുടെ ഈ കൊച്ചു വണ്ടിക്ക് അവരുടെ കാറൊക്കെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള ഇതുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുക. നീ വീട് മാക്സിമം സ്പീഡിൽ തന്നെ പോ എന്ന് പറയണം. അവരെ ഈ എങ്ങനെയാലും നമുക്ക് ചേസ് ചെയ്ത് പിടിക്കണം. അവന്മാരുടെ കയ്യിൽ നിന്നും നമ്മുടെ ഗംഗേച്ചിയെ രക്ഷപ്പെടുത്തണം എന്ന് പറയാം. പക്ഷെ ചേച്ചി, അത്രയ്ക്കൊക്കെ സ്പീഡിൽ പോകാനുള്ള ഒരു സ്റ്റാമിന ഈ വണ്ടിക്കില്ല ചേച്ചി എന്ന് പറയാം. നീ കഴിവതും സ്പീഡിൽ പോയ
എൻ്റെ യമുനെ എന്ന് കാവേരി അപ്പോൾ പറയാണ് കേട്ടോ. ഇതേ സമയം ഗംഗയെ കടത്തിക്കൊണ്ട് പോകുന്ന ആ ചെറുക്കന്മാരിങ്ങനെ പറയാണ്, എടാ പ്രശ്നമാകുമോ എന്ന് അതിലൊരുത്തൻ നേതാവിനോട് ചോദിക്കുക. എന്ത് പ്രശ്നം? നമ്മുടെ കയ്യിൽ ഒരു ഒന്നാന്തരം കിളിയെ കിട്ടിയിട്ടുണ്ട്, നമ്മളവളെ നന്നായിട്ടങ്ങ് അനുഭവിക്കുന്നു, എന്നിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു. എടാ അവൾമാരാരെങ്കിലും പിന്നാലെ വരുമോ? വന്നാലെന്താ, രണ്ടുപേരും കൂടി ബോധം കെടുത്തി കിടത്താനുള്ള സ്ഥലമൊക്കെ ഈ വണ്ടിയിലുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ടെൻഷൻ? അപ്പം അതിൽ വേറൊരുത്തൻ ചോദിക്കും, അല്ലടാ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് പോകേണ്ടതല്ലേ, അപ്പം ചെക്കിംഗ് ഉണ്ടാവില്ലേ, അതിന് ഈ വണ്ടി ഇന്ന് ചെക്ക് പോസ്റ്റ് കടക്കുന്നില്ല, അത്ര തന്നെ. നമ്മളെ അന്വേഷിക്കാവുന്ന എല്ലാ വഴികളും അടച്ചു വേണം നമ്മളുടെ യാത്ര തുടരാൻ. അവരാരും ചിന്തിക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നേ. ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയാൽ ഈ വണ്ടി അടക്കം ഇവളടക്കം ഇന്ന് രാത്രി തന്നെ കത്തും, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. കാരണം ജീവപര്യന്തത്തോളം വലുതൊന്നും അല്ലല്ലോ ഒരു പെണ്ണ് എന്ന അവന്മാരിൽ ഒരുത്തം പറയുകയാണേ. പെട്ടെന്നാണ് നമ്മുടെ കാവേരിയും ഗംഗയും പിന്നാലെ വരുന്ന കാണുന്നത്. എടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ദേ ആ ബാക്കിയുള്ള രണ്ട് പെണ്ണുങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലല്ല, അവൾമാർ രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നേ, നീ സ്പീഡ് വിട്ടോ എന്ന്. അപ്പോൾ അതിൽ വേറൊരുത്തം വരും. വരട്ടടാ, ഒരു സ്കൂട്ടിയല്ലേ, ഈ കാറിനെ ഒന്നും ചേസ് ചെയ്ത് പിടിക്കാനുള്ള ഇതൊന്നും ആ പൊട്ട സ്കൂട്ടിക്കില്ല എന്ന് അത് നേതാവ് പറയൂട്ടോ. എടാ എന്നാലും ഇത് പ്രശ്നമാകുമെന്നാ തോന്നുന്നേ എന്ന് പറയൂട്ടോ. നീ സ്പീഡ് വിട്, ദേ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ ഈ കാറും ഇവളെയും നമ്മൾ കത്തിച്ച് ഇവിടുന്ന് കടന്നു കളയുന്നു, അത്ര തന്നെ, നിങ്ങൾ സമാധാനപ്പെടുക എന്ന് നേതാവ് അവരെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കാവേരിയുടെ വണ്ടി നിന്നു പോവാണ്. ചേച്ചി ഇതേ വണ്ടി ഓഫായി പോയി. അപ്പോൾ യമുനയും കാവേരി അതിൽ നിന്ന് ഇറങ്ങുക. നമ്മളിനി എന്ത് ചെയ്യും കാവേരി ചേച്ചി, ഗംഗേച്ചി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് യമുന ചോദിക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ സമാധാനപ്പെടുക എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശാരദ പേടിച്ച് വരച്ച് വിനീതിന് ഫോൺ വിളിക്കുക. അപ്പോൾ 1-2 തവണ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ വിനീത്. അപ്പോൾ 2 തവണ ഫോൺ ബെല്ലടിക്കുന്ന കേട്ട സുജാത അങ്ങോട്ട് വരിക. ഓ ശാരദയാണല്ലോ വിളിക്കുന്നേ, ഈ പാതിരാത്രിക്ക് ഇവളെന്നാ കാണിക്കാനാ എൻ്റെ മോനെ വിളിക്കുന്നേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടെടുക്കുക. ഹലോ ഒന്നും പറയാതെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് സുജാത ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തെന്ന് മനസ്സിലാക്കുന്ന ശാരദ വിനീതാണെന്ന് കരുതി പറയും, മോനെ വിനീതെ എത്രയും വേഗം മോൻ ഇങ്ങോട്ടൊന്ന് വരണം, ഇവിടെ ആകെ പ്രശ്നം, ഒന്ന് വേഗം വാ മോനെ എന്ന് പറയാം. അപ്പോൾ സുജാതയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. എന്ത് പ്രശ്നം? ഈ പാതിരാത്രി എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ നീ എൻ്റെ മോനെ തന്നെ വിളിക്കുന്നേ? ദേ എൻ്റെ മോൻ്റെ ഫോണിലേക്ക് നീയോ നിൻ്റെ കുടുംബത്തിലുള്ള ഒറ്റ ഒരു കളോ ഇനി മേലെ വിളിക്കാൻ പാടില്ല. എന്തേലും ആവശ്യമുള്ളപ്പം സഹായത്തിന് അവൻ വേണം താനും, അത് കഴിഞ്ഞാൽ അവനെ തഴയുകയും ചെയ്യും. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. മക്കളെ വളർത്താൻ അറിയില്ലെങ്കിലേ അപ്പറേ ആ പാറമടയില്ലേ, അവിടെ നിന്ന് എല്ലാത്തിനെയും തള്ളി താഴെയിട്ട് കൊന്നുകള, എന്നിട്ട് നീയും പോയി ചാകുക. അല്ലാതെ ഏതിനും എന്തിനും എൻ്റെ മോനെ വിളിക്കുകയല്ല വേണ്ടത്. അവനൊരു ജീവിതം ഉള്ളതാ, നിങ്ങളുടെ പിന്നാലെ നടക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എൻ്റെ മോനെ കൊണ്ട് നടക്കുന്നത്. നിനക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോടി എന്നും ചോദിച്ച് വീണ്ടും കേട്ടാൽ അറക്കുന്ന രീതിയിൽ ശാരദയും മക്കളെയൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശാരദ അതെല്ലാം കേട്ടതിന് ശേഷം ഫോൺ കട്ട് ചെയ്യാം. എന്താ മോളെ, ആ വിനീതല്ലേ ഫോൺ എടുത്തത് എന്ന് അപ്പോൾ രാധമ്മ ചോദിക്കും. അല്ലമ്മേ, വിനീതല്ല ഫോൺ എടുത്തത്, സുജാതയാണ് ഫോൺ എടുത്തത്. കേട്ടാൽ അറക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സുജാതയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നമ്മേ? ഒന്നുമല്ലേലും അവളുടെ ആങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, ആ ഒരു ചിന്തയെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കാം. അപ്പം തൻ്റെ മകളുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ രാധമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇതിനൊക്കെ താൻ എന്ത് മറുപടി പറയാനാ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുക. എൻ്റെ ഈശ്വര, എനിക്ക് പേടിയാകുക, എൻ്റെ കുഞ്ഞിനെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും? കാവേരിയും യമുനയും പോയിട്ടുണ്ടല്ലോ മോളെ, നീ സങ്കടപ്പെടാതിരിക്കുക, ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാം. എനിക്കറിയില്ലമ്മേ എന്തൊക്കെ ഈ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നെഞ്ചി കൈയും വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശാരദ. നമ്മുടെ കാവേരി യമുനയും കൂടി വണ്ടി എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പണിപ്പെടുന്നുണ്ട്. ചേച്ചി ഈ വണ്ടി ഓഫായി പോയില്ല, അതൊട്ട് ഓൺ ആകുന്നുമില്ല, നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവർ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാകും എന്ന് പറയാം, നീ സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് കാവേരി വീണ്ടും വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആ നമ്മുടെ ഗംഗയും അടിച്ചുകൊണ്ട് പോകുമ്പം ആ വഴി തന്നെ വിനീതും പോവാണ് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിക്ക് മുന്നിലൂടെ വിനീത് കടന്നു പോവാം. വിനീതിൻ്റെ ഒരു ബോധമില്ലാത്ത പോക്ക് കാണുമ്പം അവന്മാർ വഴി നിന്ന് ആരടാ മാറി നിൽക്കടാ, നടുറോട്ടിൽ കൂടിയാണോ നിൻ്റെയൊക്കെ തോന്നിവാസം എന്ന് ചോദിക്കുക. അപ്പോൾ വിനീതിന് നല്ല ദേഷ്യം വന്ന് നിൽക്കുക. വിനീത് അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കും. റോഡ് നിൻ്റെയൊക്കെ അല്ലല്ലോ എന്ന് വിനീതും തിരിച്ച് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അവർക്കിടയിൽ ഗംഗയുടെ മുഖം കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് വിനീതിന് അപകടം മനസ്സിലാക്കുക. പെട്ടെന്ന് വണ്ടിയുടെ കുറുക്കാൻ നിന്ന് നമ്മുടെ വിനീത് കയറി നിൽക്കുക.
അത് കാണുന്ന ചെറുക്കന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. എന്താടോ നീ ഏതാടാ, ഞങ്ങളുടെ വണ്ടിയുടെ കുറുക്കെ ചാടി വരാൻ നിനക്ക് ആരാടാ ധൈര്യം തന്നത് എന്ന് ചോദിക്കുക. എൻ്റെ പെണ്ണിനെയും കടത്തിക്കൊണ്ട് നീയൊക്കെ എങ്ങോട്ടാടാ പോകുന്നത് എന്നും ചോദിച്ച് വിനീത് ഒരുമാതിരി ഭ്രാന്ത് കയറിയ പോലെ അവരെല്ലാം അടിച്ച് വീഴ്ത്തുവാണ് കേട്ടോ. അപ്പം ഒരാൾക്ക് അടി കൊള്ളുന്ന കാണുന്ന ബാക്കി എല്ലാവരും ഇറങ്ങി വരികയാണ്. അവരെയെല്ലാം ഒരു മയമില്ലാത്ത വിനീത് അടിക്കുക. തിരിച്ചടിക്കാൻ പോലും അവന്മാർക്ക് പറ്റുന്നില്ല. കാരണം ഒരുമാതിരി ഭ്രാന്തിളകിയ പോലെയുള്ള ആക്രമണമാണ് വിനീതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം എന്നിട്ട് അവരെല്ലാം അടിച്ചൊതുങ്ങിക്കഴിയുമ്പം നമ്മുടെ വിനീത് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ ഗംഗ കണ്ണു തുറക്ക് ഗംഗ എന്ന് ചോദിക്കുക. എൻ്റെ പെണ്ണിനെ തന്നെ നിനക്കൊക്കെ കൊണ്ടുപോകണോ അല്ലടാ, അവളുടെ മേൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും അടിച്ച് വീഴ്ത്തുവാണ് കേട്ടോ അവരെ. അപ്പം പെട്ടെന്ന് വണ്ടിയൊക്കെ ഓണാക്കി നമ്മുടെ കാവേരി യമുനെ ആ വഴിക്ക് കാവേരി ചേച്ചി വിനീതേട്ടൻ എന്ന് ചോദിക്കുക. ഓ എന്തായാലും രക്ഷപ്പെട്ടു, വിനീതേട്ടന് ഈ വഴിക്ക് പോകാൻ തോന്നിയത് നമ്മുടെ ഭാഗ്യം, ഗംഗേച്ചി രക്ഷപ്പെട്ടല്ലോ എന്ന് തോന്നുവാണേ. പെട്ടെന്ന് നമ്മുടെ ഗംഗയ്ക്ക് ബോധം വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗ വിനീതേട്ട അവരെ വിട് എന്നും പറഞ്ഞ് വിളിച്ചു കൂവാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ ആ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ വിനീത് അടി നിർത്തുന്നുള്ളൂ. എന്തൊക്കെയാണ് ചേച്ചി ഇവിടെ അരങ്ങേറുന്നത് എന്ന് അപ്പം യമുന ചോദിക്കുക. അത് എനിക്കും മനസ്സിലാകുന്നില്ലടി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ. എന്തായാലും ഹീറോ വന്ന് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തിയതാ നീ ഇപ്പം കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടന്നത് എന്തായാലും നന്നായി. രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തല്ലുകൊണ്ട് അവന്മാരെല്ലാം ആവശ്യമായിട്ട് കിടക്കാണ്. ഗംഗയ്ക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഗംഗയെ കൊണ്ട് വിനീത് ഒരു വിധത്തിൽ പതിയെ എടുത്തുകൊണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലിരുത്തുക. നമ്മുടെ കാവേരിയും യമുനയും അടുത്തേക്ക് ചെല്ലാം. ഓളെ ഗംഗ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല വിനീതേട്ട, വിനീതേട്ടൻ്റെ ദേഹത്തു നിന്നൊക്കെ ചോര വരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗയാണെങ്കിൽ അവളിട്ട ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് രക്തമൊക്കെ ഒപ്പുക. ഇത് കാണുന്ന കാവേരിക്കും യമുനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുക. അപ്പോൾ യമുന പറയും ഇങ്ങനെയൊക്കെ നടന്നത് ഒരു നല്ലതിനാണെന്നാ കാവേരി ചേച്ചി തോന്നുന്നേ. കണ്ടില്ലേ രണ്ടുപേരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഇനി ഒരു ശക്തിക്കും ഇവരെ പിരിക്കാനായിട്ട് സാധിക്കില്ല. അമ്മ ഇനിയിപ്പം ആരുടെ വാക്ക് കേട്ട് തുള്ളിയാലും ഗംഗേച്ചി നമ്മുടെ വിനീതേട്ടനുള്ളത് തന്നെയാണ് എന്ന് അവർ രണ്ടുപേരും ഉറപ്പിക്കുകയാണ് കേട്ടോ. വിനീതും ഗംഗയും അവരുടെ മനസ്സിലുള്ള സ്നേഹമൊക്കെ പുറത്ത് ചാടുകയാണ്. അവർ അവരുടേതായ നിമിഷങ്ങൾ ചിലവഴിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി